നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 48 വർഷത്തെ സിനിമാ ജീവിതം, 200-ലധികം സിനിമകൾ. മലയാള സിനിമയിൽ പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു കലാകാരൻ തന്നെയാണ് ഇന്ന് നമ്മളോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ട ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ വിട പറയൽ, അദ്ദേഹത്തിന് അവസാനമായിട്ടൊരു നോക്ക് കാണാനെത്തുന്ന സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അത് തന്നെയാണ് ഇന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നത്. നടൻ മോഹൻലാലുമായിട്ട് ശ്രീനിവാസൻ ഉണ്ടായിട്ടുള്ള ബന്ധം, അവർ തമ്മിലുള്ള ഒരു കോംബോ, അത് വലിയ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ അതിനേക്കാൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരാൾ കൂടെയുണ്ട്, നടൻ മമ്മൂട്ടി. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെയാണ് ശ്രീനിവാസൻ എന്നതും അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് തന്റെ കുടുംബം തന്നെയാണ് എന്നും വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് ശ്രീനിവാസന്റെ പൊതു ദർശനത്തിന്റെ സാഹചര്യത്തിൽ പുറത്തു വന്നത്. അതായത് ശ്രീനിവാസനെ ഓർത്ത് ഏറ്റവും വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്ന അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നടൻ മമ്മൂട്ടി. സംഭവത്തിൽ, മരണത്തിൽ വളരെ ദുഃഖമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സഹപ്രവർത്തകർ വരുന്നുണ്ട്, പോകുന്നുണ്ട്, അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി കരഞ്ഞു തളർന്ന വിമലയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നടൻ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിനെ അടക്കമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രങ്ങളായി മാറുകയാണ് ആ ഒരു ചിത്രങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് നടന്റെ പൊതുദർശനം കടന്നുപോയത് എന്നുള്ളത് പറയാതെ വയ്യ. പ്രിയ സുഹൃത്തിനെ അവസാനമായിട്ടൊരു നോക്ക് കാണാനെത്തിയ മമ്മൂട്ടിയും അവരെ നോക്കി നിൽക്കുന്ന, കരഞ്ഞു തളർന്നു നിൽക്കുന്ന ശ്രീനിവാസന്റെ ഭാര്യ വിമലയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സുൽഫത്തും അവരുടെ ഒരു കരുതലും ഒക്കെ തന്നെ ഇപ്പോൾ പ്രേക്ഷകരും ഒരു വലിയ രീതിയിൽ തന്നെ സ്വീകരിച്ച ഒരു വലിയ രീതിയിൽ അവർ തമ്മിൽ ഇത്രമാത്രം ബോണ്ട് ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ഒരു പൊതുദർശനം ഉണ്ടായത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ 3 പേരും, അതായത് അച്ഛനും 2 മക്കളും, എപ്പോഴും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന, എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്ന 3 പേരാണ്. ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ. ഇവർ 3 പേരും ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, പാട്ട് പാടുന്നു, സംവിധാനം, അഭിനയം, കോമഡി പറയുന്നു, അങ്ങനെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഉന്മാദത്തിലാക്കുന്ന, മാനസിക ഉന്മാദത്തിലാക്കുന്ന 3 പേരാണ്. പക്ഷെ അവർ 3 പേരും കരഞ്ഞു തളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളൊരു കാഴ്ച കാണേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറെ നാൾ ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് ലോകത്തോട് വിട പറഞ്ഞതിന് പിന്നാലെ എറണാകുളത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിയ സുഹൃത്തിനെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി നടൻ മമ്മൂട്ടി കൂടെ ശ്രീനിവാസൻ അരികിലേക്ക് എത്തുന്നത്. ആദ്യം ശ്രീനിവാസന്റെ വീട്ടിലായിരുന്നു അദ്ദേഹം എത്തിയത്. പിന്നീട് ഭാര്യ സുൽഫത്തിനൊപ്പം തന്നെ മമ്മൂട്ടി ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി പൊതുദർശന വേദിയിലടക്കം എത്തി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. മമ്മൂട്ടിക്കൊപ്പം രമേശ് പിഷാരടി അടക്കം ഉണ്ടായിരുന്നു. ശ്രീനിവാസന്റെ ഭാര്യ വിമലയെ ആശ്വസിപ്പിക്കുന്ന സുൽഫത്തിന്റെ ദൃശ്യങ്ങൾ വളരെയധികം നോവായിട്ട് തന്നെ നോക്കി നിൽക്കേണ്ടുന്ന ഒരു ചിത്രം തന്നെ, ദൃശ്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്നവരാണ് മമ്മൂട്ടിയും ശ്രീനിവാസനും എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പോഴാണ് പലരും അറിയുന്നത് പോലും. കാരണം ഒരു കാലത്ത് ഒരു മുറിയിൽ താമസിച്ച് തന്റെ പ്രശ്നങ്ങളും തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള 2 പേരാണ് നടൻ ശ്രീനിവാസനും മമ്മൂട്ടിയും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം ആളുകളിലേക്ക് എത്തുന്നൊരു സമയം കൂടെയാണ്. എന്തായാലും ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിനെയും നടനെയും മലയാളികൾക്ക് സുപരിചിതമാകുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടിയുടെ കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ ശബ്ദമായി മാറിയിട്ടുള്ള ഒരു ശ്രീനിവാസൻ കൂടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിനെയും നടനെയും മലയാളികൾക്ക് സുപരിചിതമാണ്. എന്നാൽ മമ്മൂട്ടിയുടെ കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ ശബ്ദമായി മാറിയിട്ടുള്ള ഒരു ശ്രീനി, അത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നത്. വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്രാവിന്റെ കഥ, KG ജോർജിന്റെ മേള തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയത് ശ്രീനിവാസനാണ് എന്നാണ് വിവരം. തമിഴ് നടനായിട്ടുള്ള ത്യാഗരാജനും സാംബ ശിവനും അതുവരെ ശ്രീനിയുടെ ആ തനതായിട്ടുള്ള ശബ്ദത്തിലൂടെ മലയാളത്തിൽ സംസാരിച്ച വ്യക്തികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. 1976 PA ബക്കറിന്റെ മണിമുഴക്കത്തിലൂടെ സിനിമയിലെത്തിയിട്ടുള്ള അദ്ദേഹം
അദ്ദേഹം വെറും ഒരു നടൻ മാത്രമല്ല, മറിച്ച് ശബ്ദം കൊണ്ടും ശരീരം കൊണ്ടും സിനിമയുടെ എല്ലാ മേഖലകളിലും വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രതിഭ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇന്ന് സിനിമാ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് നർമ്മത്തിന്റെ ഭാവത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശ്രീനിയുണ്ട്. നിത്യജീവിതത്തിലെ കൈപ്പേറിയിട്ടുള്ള സത്യങ്ങളെ നർമ്മത്തിലൂടെ അതിൽ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുള്ള നടൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ആ ശൈലി എപ്പോഴും ശ്രദ്ധേയമാണ്. മൂല്യബോധമില്ലാത്ത കച്ചവട സിനിമകളുടെ പടപ്പുകൾക്കിടയിൽ സിനിമയെ എങ്ങനൊരു ജനപ്രിയ ബദലാക്കി മാറ്റാം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമായിരുന്നു, പ്രവർത്തനമായിരുന്നു നടൻ ശ്രീനിവാസന്റേത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ ശ്രദ്ധേയമാക്കാൻ അദ്ദേഹം നൽകിയിട്ടുള്ള സഹായവും ഏറെ പ്രധാനപ്പെട്ടതാണ്. 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ തിരക്കഥാ രചനയിലേക്ക് തിരഞ്ഞെടുത്തതോടെ മലയാള സിനിമയുടെ ജാതകം തന്നെ തിരുത്തി കുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തോടും സാമൂഹിക പ്രശ്നങ്ങളോടും പുറം തിരിഞ്ഞു നിൽക്കുന്ന സിനിമാക്കാർ രംഗത്തുള്ള സാഹചര്യത്തിലാണ് അവിടെ നിന്നൊക്കെ പതിവിൽ നിന്ന് വിപരീതമായിട്ട് അതൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് തന്റെ അഭിപ്രായം അത് ശക്തമായിട്ടുള്ള അഭിപ്രായമായിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടിലൂടെ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കഴിവുള്ള ഒരാളായിട്ട് ശ്രീനിവാസൻ രംഗത്തേക്ക് വരുന്നത്. അപ്രിയ സത്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ശ്രീനിവാസനെ സിനിമാ ലോകത്തെ ഒരു വ്യത്യസ്തനായിട്ടുള്ള കഥാപാത്രവും വ്യക്തിയുമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. കണ്ണൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. കണ്ണൂരിലെ പാട്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ശ്രീനിവാസൻ തന്റെ രാഷ്ട്രീയ ബോധത്തെ വെള്ളിത്തിരയിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റാൻ വളരെയധികം വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടിയന്തരാവസ്ഥ ഇരുണ്ട കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഖരീബി ഹഠാവോ എന്ന നാടകം എഴുതി അവതരിപ്പിക്കാൻ കാണിച്ച അതേ ആർജവം തന്നെയാണ് പിൻകാലത്ത് സന്ദേശം പോലുള്ള സിനിമകളിലൂടെ രാഷ്ട്രീയ ജീർണതകളെ നശിപ്പിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയത്. സാധാരണക്കാരന്റെ സങ്കടങ്ങളും തൊഴിലില്ലായ്മയും നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശൈലികളിലൊന്ന്. ദാസനും വിജയനും ആ ഒരു വാക്ക് ഇപ്പോൾ മലയാളികൾക്ക് ഒന്നടങ്കം അറിയാവുന്ന കാര്യമാണ്. ഒരു ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ ദാസ വിജയ എന്ന് പരസ്പരം വിളിക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്നൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഒരു സിനിമാ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കാൻ അത് അവിടെ വിജയിച്ചത് യഥാർത്ഥത്തിൽ മോഹൻലാലിനോടൊപ്പം എന്നുള്ളതിനേക്കാൾ ഉപരി ശ്രീനിവാസന്റെ പ്രധാനപ്പെട്ട ഒരു കഴിവ് കൂടെയായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും വടക്ക് നോക്കി യന്ത്രം എന്ന ചിത്രത്തിലൂടെ വളരെ വലിയ ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് ഒരുപാട് ചിത്രങ്ങൾ, ഏകദേശം 48 വർഷത്തിലധികമുള്ള സിനിമ ചരിത്രം, 200-ലധികം സിനിമകൾ, സംവിധാനം, തിരക്കഥാകൃത്ത്, അഭിനയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വിനീത് ശ്രീനിവാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത്. പറഞ്ഞാൽ തീരാത്തത്ര സംഭാവനകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാധാരണക്കാരുടെ ഇടയിലേക്ക് നർമ്മത്തിന്റെ ഭാവത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ചിരി പടർത്തിക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതായിരുന്നു വിനീത് ശ്രീനിവാസന്റെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്നുള്ളതും പലപ്പോഴും പലയിടങ്ങളിലും നർമ്മത്തിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതായിരുന്നു യാഥാർത്ഥ്യം. അസാധാരണ പോരാട്ട വീര്യവും അതോടൊപ്പം തന്നെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വവും അത് തന്നെയാണ് ശ്രീനിവാസനെ മറ്റ് നടന്മാരിൽ നിന്നും മറ്റ് പ്രമുഖരിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാക്കിയത്. കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയാണ് നടൻ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ കുടുംബവും എന്നുള്ളതാണ്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തിനൊപ്പം തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസനാവട്ടെ, എല്ലാവരും തന്നെ, ധ്യാൻ ശ്രീനിവാസനാവട്ടെ, എല്ലാവരും തന്നെ വളരെ നിരാശയോടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ടൊപ്പം എന്ന് പറയാനുള്ള ഒരു അവസരം, ആ ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അവിടെ തന്നെ സജീവമായിട്ടുണ്ട്. അവർക്കൊപ്പം തന്നെയുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിടവാങ്ങൽ തന്നെയാണെന്നാണ് കലാകാരന്മാരൊക്കെ തന്നെ ഇന്ന് പ്രതികരിച്ചത്. കാരണം വയ്യായികയുണ്ടായിരുന്നു. പക്ഷെ ആ വയ്യായിക ഓവർകം ചെയ്ത് അദ്ദേഹം തിരിച്ച് സിനിമയിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഞങ്ങൾ. ആ ഒരു സമയത്താണ് ഒരു മരണവാർത്ത, ഇങ്ങനെയൊരു വാർത്ത എത്തുന്നത് എന്നുള്ള പ്രതികരണമാണ് കലാകാരന്മാർ ഒന്നടങ്കം നൽകിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ചിരി അത് ഈ മലയാളികൾ ഉള്ളിടത്തോളം കാലം മായില്ല എന്നത് ഉറപ്പാണ്. കാരണം അത്രമാത്രം വലിയ ഒരു സംഭാവന തന്നെയാണ് സിനിമാ മേഖലയ്ക്ക് ശ്രീനിവാസൻ നൽകിയിട്ടുള്ളത്.